കണക്കെഴുത് എത്രയോ നോക്കട്ടെ. പാൽ 2700 രൂപ, പത്രം 780, ഗ്യാസ് 980, 50, പലവ്യഞ്ജനം, ബാത്റൂമിലുള്ള സോപ്പ്, അത് ഇത് ബാത്റൂം കഴുകണ സാധനങ്ങള്, ചൂലെല്ലാം ഉണ്ട് കേട്ടോ. 6500. മണി ഇത് എത്ര കൺട്രോൾ ചെയ്തിട്ടും കയ്യിൽ നിൽക്കുന്നില്ല മണി, കൂടി വരിക. ഇപ്പൊ തന്നെ ഒരു 4000 രൂപയ്ക്ക് മേളിൽ എല്ലാ മാസവും കൂടിക്കൊണ്ടിരിക്കുക. എന്തോന്ന് ചെയ്യാൻ പറ്റും, ചെലവുകൾ മാറ്റി വെക്കാൻ പറ്റുമോ, ഓരോരോ കാര്യങ്ങൾ നടന്നു പോണ്ടേ. ഞാനൊരു കാര്യം ചെയ്യാം, സാധാരണ ഒരു 10,500 രൂപ ആവുന്നുണ്ട്, 11,000 രൂപ ഞാൻ എല്ലാ മാസവും നിന്റെ കയ്യിൽ ഇത് തരാം, നീ അതിൽ നിന്നെല്ലാം ചെയ്യും. ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇപ്പൊ നമുക്ക് സ്ഥിര വരുമാനമാണ്. രവിയേട്ടന് ബാങ്കിൽ നിന്ന് കിട്ടാൻ പോണ ശമ്പളത്തിൽ വ്യത്യാസമൊന്നും വരാൻ പോണില്ല, മാറിയാൽ തന്നെ വല്ല 10% ഒക്കെ കൂടുമായിരിക്കും. ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റൂല. സ്ഥിര വരുമാനം ഉള്ള ആൾക്കാർ തന്നെ സൈഡ് ബിസിനസ് ഒക്കെ ചെയ്യാറില്ലേ? ഒരു എക്സ്ട്രാ ഇൻകം മന്ത്ലി കിട്ടുവാണെങ്കിലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത്രയും ടെൻഷൻ ഇല്ലാതെ നടന്നു പോവല്ലോ. രവിയേട്ടൻ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചൂടെ? നീ ഇങ്ങനെ സൈഡ് ബിസിനസ്, ഞാൻ പെട്ടെന്ന് എന്തോ ബിസിനസ് ചെയ്യാൻ. രവിയേട്ടനെ വളർന്നു വരുന്ന 2 പെൺപിള്ളേരെ കാര്യം ഓർമ്മയുണ്ട? കെട്ടിച്ചു വിടാനുള്ള പ്രായമാവാറേ. കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് അറിയാലോ എത്ര ചെലവാണ് വരാൻ പോണെന്ന്. നീ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാതെ. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ബിസിനസ് എനിക്ക് വേറെ വല്ല ബിസിനസ് അറിയാം. ഒരു കാര്യം പറയട്ടാ, നിങ്ങളെ നിങ്ങളുടെ അളിയനോടൊന്ന് സംസാരിക്കണം, രാമനോട്. അവന്റെ അടുത്ത് എന്തൊക്കെയോ ബിസിനസ് ഐഡിയാസ് ഉണ്ട്. അതൊക്കെ ശരിയാവോ മണി? അത് വേണോ? നിങ്ങൾ സംസാരിച്ചു നോക്ക്. നിങ്ങൾ ആദ്യമേ സംശയത്തിൽ ഇങ്ങനെ നടക്കുമോ ശരിയാവോ എന്നൊന്നും വിചാരിക്കണ്ട. ക്ലിയർ മൈൻഡോട് കൂടി അവനോട് പോയി സംസാരിക്കും. പോസിറ്റീവായിട്ട് കാണും കാര്യങ്ങൾ. നീ ഇവിടെ എന്തോ അത് നമ്മളെ പിങ്കിക്കുട്ടന്റെ ഒരു യൂട്യൂബ് ചാനൽ സെറ്റപ്പ്. നീ വന്നേ, ഒരു കാര്യം പറയാനുള്ളൂ. എന്ത്? അതെ, എവിടെയൊക്കെ നോക്കി തരുമ്പോ നിന്നെ. അണ്ണ എന്താ കുഞ്ഞു പിള്ളേരെ പോലെ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കണം? ഇതിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്. എന്റെ രാമ, മൊത്തം പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. TV തുറന്നു കഴിഞ്ഞാൽ ആ ന്യൂസ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പേടിപ്പിക്കുന്ന വാർത്തകളല്ലോ. പിന്നെ ആകെപ്പാടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിൽ കാണാൻ കൊള്ളാം. എന്തോ ചന്ദനത്തിരിയുടെ പരസ്യേ. അണ്ണനെ പേടിപ്പിച്ച എന്തോന്ന്? അത് ഒമിക്രോൺ. പിന്നെ കൊറോണയുടെ എത്ര വകഭേദമായി ഇനിയും കിടങ്ങുന്നു വരെ. എന്ത് ചെയ്യും? അണ്ണ കാര്യങ്ങളെല്ലാം കുറച്ച് പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യണ്ടേ? എടാ അതല്ല, ഇതെല്ലാം കൂടെ അടച്ചു പൂട്ടി എന്ത് ചെയ്യും? ഇനി ഒന്ന് അനുഭവിച്ചതേ ഉള്ളൂ. അടച്ചു പൂട്ടിയ വീട്ടിൽ ഇരുന്ന് പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അങ്ങോട്ട് കണ്ടുപിടിക്കണം. അണ്ണാ ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, എന്നിട്ട് ക്യാഷ് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയാണ് മനസ്സിലായി. അത് എക്സിക്യൂട്ട് ചെയ്താലേ ക്യാഷ് ജനറേറ്റ് ആവുള്ളൂ. അതാണ് സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? സത്യത്തിൽ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ ഇപ്പൊ ബിസിനസ് പ്ലാൻ വേണ്ടിയിട്ടല്ലേ? കറക്റ്റ്. നിനക്കെന്നെ മനസ്സിലായി. എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. പിന്നെ നിന്റെ വല്ലോ പ്ലാൻ ഉണ്ടോ? ഒരു ഉഗ്രം പ്ലാനിന്റെ ഉണ്ട്. നീ ആദ്യം പ്ലാൻ പറ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഉഗ്രനാണോ നല്ലതാണോ. എന്നാ ഞാൻ പറയുന്നില്ല. അല്ല നീ പറ. പറയടാ. പറയാം. സംഭവം ഒരു പൂച്ചയാണ്. പൂച്ചേ? എങ്ങനെ പൂച്ച? ഞങ്ങൾ പുച്ചിച്ചാളകളല്ല. പിന്നെ അത് ഇത് എക്സോട്ടിക് ഷോർട്ട് ഹെയർ പെർഷ്യൻ എന്ന് വെച്ചാ പലർക്കും അറിഞ്ഞൂടാ. അങ്ങനെ പൂച്ച ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ പൂച്ച ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ഉള്ള പൂച്ചകളല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത പൂച്ചയാണ്. അതും പേർഷ്യൻ. മനുഷ്യര് പറയണ അത് അതുപോലെ അനുസരിക്കും. കംപ്ലീറ്റ് കാര്യങ്ങൾ അതിന് മനസ്സിലാവും. പേർഷ്യൻ പൂച്ച. അപ്പൊ ഇന്ന് നമ്മൾ അറബി പഠിക്കണ്ടേ? അറബി ഒന്നും പഠിക്കണ്ട. അത് 3-3.5 മാസം മലയാളം കോഴ്സ് ചെയ്തിട്ടാണ് പറഞ്ഞത്. മലയാളത്തിൽ പറഞ്ഞാൽ അത് മനസ്സിലാവും. നീ കാര്യം പറ. കാര്യം പറയാനാ? അല്ല, ബിസിനസിന്റെ കാര്യം പറ. ഈ പൂച്ച കൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ? പൂച്ച കൊണ്ട് എന്തോന്ന് ബിസിനസ് ചെയ്യാൻ? 1.5 ലക്ഷം വിലയുള്ള പൂച്ചയെ നമ്മൾ എടുക്കുന്നു. 2 എടുക്കണ്ട, നിങ്ങളായതുകൊണ്ട് 1 എടുത്താൽ മതി. അത് നമ്മളെ നാടൻ പൂച്ചയാണെങ്കിൽ അതിനെ വെച്ച് നമ്മൾ മേറ്റ് ചെയ്യുന്നു. അപ്പൊ 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം നിങ്ങൾക്ക് പിശുക്ക് തുടങ്ങിയില്ലേ? അല്ല നീ പറ, നമുക്ക് പൈസ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? നമുക്കുണ്ടാക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം. നിനക്ക് വേണ്ടേ? എനിക്ക് വേണം. എന്റെ ഐഡിയ ഞാൻ പറഞ്ഞു തന്നെ. ആ ഐഡിയക്കുള്ള ചാർജ് നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നത്. ചാർജാ? ഫീസാ? പിന്നെ ശരി, സമ്മതിച്ചു. നീ പറ. ഇനി ഇടയിൽ കയറി സംസാരിക്കൂ. ഇല്ല. പൂച്ച നമ്മൾ വാങ്ങിക്കുന്നു. സാറിന് 2 എണ്ണം വേണം. ഇത് 1 എണ്ണം മതി. 1 ലിറ്ററിൽ തന്നെ 5 കുട്ടിയുണ്ടെന്ന് വെച്ചോ. ലിറ്റർ? പ്രസവം അങ്ങനെയാണ്. അതിനങ്ങനെയാണ് പറയേണ്ടത്. അതിനൊക്കെ ഓരോ ടേംസ് ഉണ്ട് അതിന്. 1 ലിറ്ററിൽ 5 കുട്ടിയുണ്ടെന്ന് വെച്ച് വിചാരിക്കാം. 1.5 ലക്ഷം രൂപ പൂച്ചയാണ്. പോട്ട് 50,000 രൂപ നമുക്ക് മതി. അപ്പൊ പൈസ എത്രയായി? 5 എണ്ണം 25, 2 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ. നിങ്ങൾ എത്ര രൂപ മുടക്കി? 1.5 ലക്ഷം രൂപ.
1.5 ലക്ഷം രൂപ. പൂച്ചക്ക് 1.5 പറഞ്ഞു നീ. 2 ലക്ഷം രൂപ. നീ 1.5 ഒരു വർഷത്തിൽ 2 പ്രസവം. 10 കുട്ടിക്ക് എത്രയായി? 50,000. അല്ല 5 ലക്ഷം രൂപ. ആ 5 ലക്ഷം രൂപ. ആ അപ്പൊ 6 ലക്ഷം രൂപ വരെ കണക്ക് വന്ന അവിടെ. എങ്ങനെ വന്നു ലാഭം? അണ്ണാ ഇതിലെ 2 പൂച്ചക്കുട്ടികൾ. അതെങ്ങനെ വരും കണക്ക്? നിങ്ങൾ ബാങ്കിൽ തന്നെ ജോലി ചെയ്യണം. ഈ 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എങ്ങനെ വന്നു? അത് ചോദിര്. ഈ ഉണ്ടാവണ കുട്ടികൾ 2 പെണ്ണാണെന്ന് വെച്ചോ. അതിനെ നമ്മൾ പ്രസവിപ്പിക്കുന്നു. അല്ല പൈസ എത്ര മാറി? അല്ല എന്ത് ഇത് കണക്ക് പറയാൻ നിങ്ങൾ കണക്കാക്കാൻ അതല്ല നടക്കൂ ഇത്. ഇത് പറക്കും പൂച്ച. പുലിയെ പോലെ ഓടണ പൂച്ചയാണിത്. എന്നാ നീ പറ. ഇനി പറയാനൊന്നുമില്ല, ഇത് തന്നെ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് ചെയ്യാനുള്ള ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പോവുക, പ്രോഫിറ്റ് എല്ലാം കൂടെ ഇടാനായിട്ട് ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുക, പുതിയൊരു അക്കൗണ്ട് എടുക്കുക. ഒരു സംശയമാണ്, ഈ പൂച്ചക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നിങ്ങൾ ഡാർക്ക് സൈഡ് മാത്രമേ ഉള്ളല്ലോ അണ്ണാ. പോസിറ്റീവായിട്ട് ചിന്തിരണ്ണാ. നമ്മള് 2 വശം ആലോചിക്കണല്ലോ. 2 വശം ആലോചിക്കണ്ട, ഇത് ആലോചിച്ചാൽ മതി. നിങ്ങൾ 2 വശമായിരുന്നു ആലോചിക്കും. ഞാൻ പോണം. നീ പറ. അപ്പൊ 2 ലക്ഷം രൂപ. അപ്പൊ കൊടുക്കേ 2 ലക്ഷം രൂപ വയ്യേ ചെയ്യാം. അപ്പൊ കൊടുക്കേ. പ്രോഫിറ്റോടെ പ്രോഫിറ്റ് അത്. അപ്പൊ തുടങ്ങട്ടെ നമുക്ക് ബിസിനസ്. അതാണ് അപ്പൊ ലാഭമുള്ള ബിസിനസ് തന്നെയല്ലേ? അപ്പൊ രാമ കൊടുക്കൈ പൂച്ച കച്ചവടം. പൂച്ച കച്ചവടം എടുത്താണ് നിങ്ങൾ നാടൻ പൂച്ചയുടെ സ്വഭാവം കാണിക്കില്ല കേട്ടോ. എന്താടാ പൂച്ച കച്ചവടം ഇത്? പിന്നെ അല്ലേ അണ്ണാ, ഇത് കാറ്ററി അണ്ണാ, കാറ്ററി. അതായത് പേർഷ്യൻ ക്യാറ്റ് ഓണേഴ്സ് ആണ് നമ്മള്. പൂച്ച കൂടാതെ ഇനി അങ്ങോട്ട് പൈസ ജനറേറ്റ് ആവാൻ പോണത് അത്. ഓക്കെ, കാര്യങ്ങൾ നോക്കണ്ടേ? അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ ഇനി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.